നമസ്തേ. ഇന്ന് ദർശനങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ദർശനാനി ദ്വേ വിധേസ്തഃ, രണ്ട് വിധത്തിലാണ് ദർശനങ്ങൾ. ഏതൊക്കെയാണ്? ആസ്തിക ദർശനാനി, നാസ്തിക ദർശനാനി. ആസ്തിക ദർശനാനി ഷഡ്വിധാഃ സന്തി. ആസ്തിക ദർശനങ്ങൾ 6 വിധത്തിലാണ്. അതേപോലെ തന്നെ നാസ്തിക ദർശനങ്ങളും 6 വിധത്തിലാണ് ഉള്ളത്. ഇനി ആസ്തിക ദർശനങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. സാഖ്യദർശനം, യോഗദർശനം, ന്യായദർശനം, വൈശേഷിക ദർശനം, പൂർവമീമാംസ, ഉത്തരമീമാംസ. സാഖ്യദർശനത്തിന്റെ പ്രണേത കപിലമുനി, യോഗദർശനം പതഞ്ജലി, ന്യായം ഗൗതമഃ, വൈശേഷികം കണാദഃ, പൂർവമീമാംസ ജൈമിനി, ഉത്തരമീമാംസ വ്യാസഃ. ഇനി നാസ്തിക ദർശനങ്ങളുടെ 6 വിധങ്ങളെ കൂടി ഞാനൊന്ന് എഴുതട്ടെ. നാസ്തിക ദർശനങ്ങൾ ചാർവാകം, ജൈനം, ബൗദ്ധം. ബൗദ്ധം വീണ്ടും 4ആയി വിഭജിക്കുന്നുണ്ട്. സൗത്രാന്തികം, വൈഭാഷികം, യോഗാചാരം, മാധ്യമീകം. അങ്ങനെ ബൗദ്ധത്തിന്റെ 4 എണ്ണവും ചാർവാകം, ജൈനം ഇവ രണ്ടും കൂടി ചേർത്ത് നാസ്തിക ദർശനങ്ങൾ 6. പിന്നെ ഒന്നും കൂടി പറയാൻ വിട്ടുപോയി. ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ വേദപ്രമാണം യേ അംഗീകുർവന്തി തേ ആസ്തികാഃ. വേദപ്രമാണം ആരാണോ അംഗീകരിക്കുന്നത് അവരെ നമ്മൾ ആസ്തികന്മാർ എന്നാണ് പറയുന്നത്. വേദപ്രമാണം യേ നാംഗീകുർവന്തി തേ നാസ്തികാഃ. വേദപ്രമാണം ആരാണോ അംഗീകരിക്കാത്തത് അവര് നാസ്തികന്മാര് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൂടി മനസ്സിലാക്കി വെക്കണം. കാരണം ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. വേദപ്രമാണം യേ അംഗീകുർവന്തി തേ കേ എന്ന് ചോദ്യം വന്നാൽ എന്താണ് എഴുതുക? ആസ്തികാഃ.